മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ 4th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. ഈ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ തന്നെ. അതിനുശേഷം നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കയറും, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ടി പ്രോപ്പർട്ടി. അത് വെച്ച് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും മിക്കവാറും കാണുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുകയും വേണം. കാരണം സാധാരണ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും യൂണിവേഴ്സിറ്റി എക്സാമിന് കാണാറുണ്ട്. സോ അതിനുശേഷം ഡിവിഷൻ ബൈ ടി പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ? ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ പോകുന്നത്. സോ അപ്പൊ നമുക്ക് നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into sin square 2t. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. എന്തായിരുന്നു പ്രോപ്പർട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at into f of t is equal to എന്താണ്? f of s minus a. f of s minus a. ഇതായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി. if എന്താണ്? if Laplace transform of f of t is equal to f of s. if Laplace transform of f of t is equal to f of s. Laplace transform of f of t f of s ആണെങ്കിൽ e raised to 8 into f of t യുടെ എന്താണ്? f of s minus a. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരണ്ടേ? f of s minus a യുടെ പ്ലേസിൽ എന്താണ്? -1. സോ ആൻസർ എന്താണ്? f of s plus 1. f of s plus 1 ആണ് ഇതിന്റെ ആൻസർ വരേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? f of s വേണം. f of s എന്ന് പറയുന്നത് എന്താണ്? f of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഹിയർ f of t ആരാണ്? sin square t. ശരിയല്ലേ? f of t is equal to എന്താണ്? sin square 2t. sin square 2t. so f of s എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. so ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin square 2t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin square 2t. sin square 2t വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം. എന്തായിരുന്നു നമ്മൾ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? cos 2 theta അല്ലെങ്കിൽ cos 2t is equal to 1 minus 2 sin square t. ഇതാണ് നമ്മൾ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്ന് എന്ത് കിട്ടും? 2 sin square t is equal to 1 minus cos 2t. അവിടുന്ന് sin square t is equal to 1/2 into 1 minus cos 2t. നമുക്ക് വേണ്ട എന്താണ്? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. sin square 2t ആണ് വേണ്ടത്. ഹിയർ sin square t മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ ആംഗിളിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? sin square 2t is equal to 1/2 into 1 minus cos 2t 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 4t. സോ sin square 2t ക്ക് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ കാണാതെ പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കാം. 1/2 into 1 minus cos 4t. sin square 2t യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1/2 into 1 minus cos 4t. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 into 1 minus cos 4t. ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താന്ന് തോന്നുന്നു എനിക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 1/2 പുറത്തെടുത്താൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അകത്ത് കൊടുക്കാം നമുക്ക്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t. യെസ്, cos 4t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ആദ്യം 1/2 into 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s മൈനസ് cos 4t യുടെ എന്താണ്? s by s square plus 4 square. 4 square എന്താണ്? 16. സോ ഇതാണ് നമ്മുടെ f of s. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഇവിടെ വരെ എഴുതിയാലും നമുക്ക് മാർക്കൊന്നും കുറയില്ല കേട്ടോ. ഫുൾ മാർക്ക് തന്നെ കിട്ടും. സോ 1/2 into അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സോൾവ് ചെയ്യുക. കുറച്ചെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതാ ചെയ്ത് തെറ്റിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, സോ ഇവിടെ വരെയെങ്കിലും മിനിമം വേണം കേട്ടോ. ഈ ടി ഡൊമൈനിൽ നിന്ന് എസ് ഡൊമൈനിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മാർക്ക് കൊടുക്കാറാണ്. ടീച്ചേഴ്സ് സാധാരണ മാർക്ക് കൊടുക്കാറാണ് പതിവ്. സോ f of s നമുക്ക് കിട്ടി. ദെൻ നമുക്ക് എന്ത് വേണം? f of s plus 1 ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into sin square t എന്താണ്? f of s plus 1. f of s കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? f of s plus 1 ആണ്. അപ്പൊ നമ്മൾ s കാണുന്നിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? s plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ അവർ ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into sin square 2t. sin square 2t is equal to f of s plus 1. f of s plus 1 is equal to s മാറ്റി നമ്മൾ s plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇവിടെ എല്ലാം s ഉണ്ട്. അപ്പൊ അതെല്ലാം മാറ്റി നമ്മൾ എന്താക്കണം? s plus 1 ആക്കണം. സോ 1/2 into
1/s മാറ്റി ഞാൻ s+1 ആക്കും, മൈനസ് ഇവിടെ ഒരു s ഉണ്ട്, അത് മാറ്റി ഞാൻ s+1 ആക്കും, ഡിവൈഡഡ് ബൈ ഇവിടെ s ഉണ്ട്, അത് മാറ്റി s+1 ആക്കും, s+1 സ്ക്വയർ പ്ലസ് എന്താണ് 16. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഇവിടെ വരെ എഴുതിയിട്ടാൽ മതി നമ്മൾ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h2t into cos 3t. അപ്പൊ ഇത് നേരത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നല്ലോണം ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. ഇവിടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്, h ആണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൈൻ എച്ച് കോസ്, ഇത് സാധാരണ കോസും ഹൈപ്പർബോളിക്കും സാധാ ട്രിഗണോമെട്രി ഫംഗ്ഷനും രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഹൈപ്പർബോളിക്കും സാധാ ഫംഗ്ഷനും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഹൈപ്പർബോളിക്കിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എച്ച് തീറ്റ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു, ഇത് നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കുന്നതാണ്, ഇ റൈസ് ടു തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. സൈൻ എച്ച് തീറ്റ എന്താണ്? ഇ റൈസ് ടു തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് തീറ്റ ബൈ 2. അപ്പൊ അതനുസരിച്ച് സൈൻ എച്ച് 2t എന്ന് വരും. സൈൻ എച്ച് 2t is equal to e raised to 2t മൈനസ് ഇ റൈസ് ടു മൈനസ് 2t ഡിവൈഡഡ് ബൈ എന്താണ് 2. അപ്പൊ നമ്മൾ സൈൻ എച്ച് 2t യുടെ പ്ലേസിൽ ഈ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t മൈനസ് ഇ റൈസ് ടു മൈനസ് 2t ഡിവൈഡഡ് ബൈ എന്താണ് 2 ഇൻറ്റു കോസ് 3t. സോ നമുക്ക് എന്ത് പുറത്തെടുക്കാം? കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം പുറത്തിടാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യണം, കാരണം മൾട്ടിപ്ലിക്കേഷന് ശേഷം രണ്ട് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, സോ 1/2 നമ്മൾ പുറത്തിട്ടു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ബാക്കി എന്തുണ്ട്? ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടുവാണേ. ഇ റൈസ് ടു 2t ഇൻറ്റു കോസ് 3t മൈനസ് ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു കോസ് 3t. ക്ലിയർ? ഇനി ഞാൻ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കോസ് 3t രണ്ട് ടേംസിന് കൊടുത്തു, 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിട്ടു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം അകത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t ഇൻറ്റു കോസ് 3t മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു കോസ് 3t. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8 ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? എഫ് ഓഫ് എസ് മൈനസ് എ. ശരിയല്ലേ? സോ ഹിയർ എന്ത് വരും? എഫ് ഓഫ് എസ് മൈനസ് 2. രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ f1 യൂസ് ചെയ്യാണ്, കാരണം ഇവിടെ എഫ് ഓഫ് എഴുതണമല്ലോ. സോ f2 ഓഫ് എസ് മൈനസ് 2. ശരിയല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8 ഇൻറ്റു എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് മൈനസ് എ ആണെന്ന് അറിയാം. അതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഇ റൈസ് ടു 8 ഇൻറ്റു കോസ് 3t എന്ന് പറഞ്ഞാൽ ജനറലി എഫ് ഓഫ് എസ് മൈനസ് എ. ഇവിടെ രണ്ടിടത്തും എഫ് ഓഫ് എഴുതേണ്ടതുകൊണ്ട് ഞാൻ f1 f2 രണ്ട് ഫംഗ്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഇട്ടു കേട്ടോ. സോ ഇവിടെ എയുടെ പ്ലേസിൽ 2 ആണ്, സോ എസ് മൈനസ് 2. ഇവിടെ എയുടെ പ്ലേസിൽ -2 ആണ്, സോ എസ് മൈനസ് 2. രണ്ട് മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. ശരിയല്ലേ? രണ്ട് മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. അപ്പൊ എനിക്ക് f1 ഓഫ് എസും വേണം, f2 ഓഫ് എസും വേണം. f1 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? f1 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് t. അതായത് ഈ ഇവിടെ നിന്നാണ് f1 ഓഫ് എസ് എഴുതിയത്, ഇതാണ് നമ്മുടെ f1 ഓഫ് t എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറലി എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. രണ്ടിടത്തും കോസ് 3t തന്നെയാണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? കോസ് 3t. ഫംഗ്ഷൻ ഓഫ് എസ് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഫോർമുല ഓർമ്മ ഉണ്ടല്ലോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8 ഇൻറ്റു എഫ് ഓഫ് ടി. ആ ഇ റൈസ് ടു 8യുടെ കൂടെ വരുന്ന ആളാണ് എഫ് ഓഫ് ടി. ഇതിന്റെ ഉത്തരവാണ് എഫ് ഓഫ് എസ് മൈനസ് എ. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. വേർ ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇതാണ്, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. സോ f1 ഓഫ് എസ് എന്ന് പറയുന്നത് കോസ് 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s ബൈ s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്താണ്? 9. സോ ഇതാണ് f1 ഓഫ് എസ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്? f1 ഓഫ് s മൈനസ് 2 ആണ്. f1 ഓഫ് s മൈനസ് 2 എന്ന് പറയുമ്പോൾ s മാറ്റി s മൈനസ് 2 ആക്കണം. അപ്പൊ എന്ത് വരും? s മൈനസ് 2 ബൈ s മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് എന്താണ്? 9. ക്ലിയർ? f2 ഓഫ് s എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോസ് 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നെയാണ്. ശരിയല്ലേ? f2 ഓഫ് s എന്ന് പറയുന്നത് കോസ് 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതിൽ s മാറ്റി s+2 ആക്കണം. കോസ് 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, എങ്കിലും ഒന്നുകൂടെ എഴുതാം. f2 ഓഫ് s എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8യുടെ കോൺസ്റ്റന്റ് കോസ് 3t. കോസ് 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s ബൈ
എസ് സ്ക്വയർ പ്ലസ് 9. ശരിയല്ലേ? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. എയുടെ പ്ലേസിൽ 3 ആണ്. സോ 3 സ്ക്വയർ 9. സോ F2 of S കിട്ടി. F2 of S plus 2 ആണ് വേണ്ടത്. F2 of S plus 2 is equal to, ഇവിടെ S മാറ്റി എന്താക്കണം? S plus 2. ഇപ്പൊ എന്ത് വരും? S plus 2 divided by S plus 2 സ്ക്വയർ പ്ലസ് എന്താണ്? 9. ഓക്കെ ആണല്ലോ? യെസ്. സോ അപ്പൊ ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ F1 of S കിട്ടിയിട്ടുണ്ട്, F1 of S കിട്ടിയിട്ടുണ്ട്, F2 of S കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അത് രണ്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കൂടെ ഒന്ന് എഴുതിക്കോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു F1 of S എന്താണ്? F1 of S minus 2. F1 of S minus 2 എന്താണ്? S minus 2 by S minus 2 square plus 9. S minus 2 by S minus 2 square plus 9 minus F2 of S plus 2. F2 of S plus 2 നമ്മുടെ കയ്യിലുണ്ട്. S plus 2 by S plus 2 square plus 9. S plus 2 by S plus 2 square plus 9. S plus 2 square plus 9. So this is the final solution. 1/2 into S minus 2 by S minus 2 square plus 9 minus S plus 2 by S plus 2 square plus 9. വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിടാം. അതിന്റെ ആവശ്യമില്ല. ഇവിടെ വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി ആണ്. ശ്രദ്ധിച്ചിരിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി. ശ്രദ്ധിക്കണം, ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നത്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റും ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് ഹെഡിങ് കൊടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ ബൈ എന്താണ്? ടി. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തരാൻ പോകുന്നത്. ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി is equal to f of s, if Laplace transform of f of t is equal to f of s, then Laplace transform of t into f of t, Laplace transform of t into f of t is equal to, ശ്രദ്ധിച്ചിരിക്കുക, if Laplace transform of f of t is equal to f of s, then Laplace transform of t into f of t is equal to minus d by ds of f of s. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ബോക്സിനകത്താക്കണം. സോ ഒരു ഇക്വേഷൻ കൂടെ എഴുതി ബോക്സിനകത്താക്കാം. ഇത് ടി വരുമ്പം ഇനി ടി സ്ക്വയർ വരാം, ടി ക്യൂബ് വരാം, ടി റൈസ് ടു 4 വരാം. അതിന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു എൻ ഇൻറ്റു ഡി റൈസ് ടു എൻ ബൈ ds raised to n into f of s. ഈ ഇക്വേഷൻ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിച്ചോണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into f of t മൈനസ് d by ds of f of s ആണ്. ഈ ഇക്വേഷൻ കിട്ടാനായിട്ട് ഇവിടെ n ഞാൻ 1 കൊടുത്താൽ പോരെ, ശരിയല്ലേ? n ന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ശ്രദ്ധിച്ചിരിക്കുക, n ന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? t raised to 1 t തന്നെയാണ്. സോ t into f of t കറക്റ്റ് ആണല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into f of t is equal to മൈനസ് 1 റൈസ് ടു 1 എന്ന് പറയുന്ന മൈനസ് തന്നെയാണ്. ഡി റൈസ് ടു 1 ബൈ ഡി എസ് റൈസ് ടു 1 ഡി ബൈ ഡി എസ് ആണ് ഓഫ് എഫ് ഓഫ് എസ്. യെസ്, ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഒരു ബോക്സിനകത്ത് ആക്കിയിടണം. ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ടി പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എന്താണ്? ടി പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു minus d by ds of f of s. Generalized equation, Laplace transform of t raised to n into f of t equal to minus 1 raised to n into d raised to n by ds raised to n into f of s. Next, നമുക്ക് ഇതിന്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? Laplace transform of f of t is equal to Laplace transform of f of t equal to f of s. This is equal to integral 0 to infinity f of t into e raised to minus st dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. എനിക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is equal to f of s equal to integral 0 to infinity f of t into e raised to minus st dt. ഞാൻ ഈ ഒരു സെറ്റ് മാത്രം ഇങ്ങോട്ട് എഴുതുവാണേ. this equal to this
എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണെങ്കിൽ എനിക്ക് ബി ഈക്വൽ ടു സി എന്ന് എഴുതാമല്ലോ. അപ്പൊ അതനുസരിച്ച് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അതായത് ഇവന്മാരെ ഞാൻ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് എടുത്തെഴുതിയെന്നുള്ളൂ. എനിക്ക് എന്ത് വേണം ഇവിടെ? ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എസ്. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പൊ എന്ത് വരും? ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്, ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ക്ലിയർ? ഡി ബൈ ഡി എസ് ഓഫ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പൊ ഞാൻ എസ് ഉള്ള ആളെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത് അകത്ത് പോകുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടാണ്. സോ എഫ് ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എസ് ടി മാത്രം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്, ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്, ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. സോ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി ഡി ടി. സംശയം ഉണ്ടോ? ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് ഞാൻ എഴുതിയത്. ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി. അതെങ്ങനെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഡി ബൈ ഡി എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി. ഈ ടൈമിനകത്താണല്ലോ എസ് ഉള്ളത്. സോ ഇതിനെ വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു, അല്ലെ, എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ടേം തന്നെ ആദ്യം വരും. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്ന മൈനസ് എസ് ടി. മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എന്താണ്? എസിന്റെ 1 ആയി പോവും, ബാക്കി മൈനസ് ടി. സോ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി. ശരിയാണല്ലോ? ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, മൈനസ് ഞാൻ പുറത്തിട്ടു, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ആദ്യം എഴുതി, എഫ് ഓഫ് ടി രണ്ടാമത് എഴുതി, ഇ റൈസ് ടു മൈനസ് എസ് ടി മൂന്നാമത് എഴുതി, ഡി ടി. ശരിയാണല്ലോ? ടി ആദ്യം എഴുതി, എഫ് ഓഫ് ടി രണ്ടാമത് എഴുതി, ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി മൂന്നാമത് എഴുതി. ഇനി നിങ്ങൾ ഒരു കമ്പാരിസൺ നടത്തണം. നിങ്ങൾ ഈ ഒരു ടേം നോക്കിക്കേ. ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ശരിയാണല്ലോ? ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ഒരു സ്റ്റെപ്പ് കൂടെ കഴിയാം. നമുക്ക് ഈ മൈനസ് ഇപ്പുറത്തെ സ്റ്റെപ്പിൽ കൊടുക്കാം, മൈനസ് ഇങ്ങോട്ട് കൊടുക്കാം. ശരിയല്ലേ? അല്ലെങ്കിൽ ഞാൻ രണ്ട് സൈഡിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അടുത്ത സ്റ്റെപ്പിൽ പറയാം ഈ കാര്യം. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒരു മൈനസ് കൂടെ വരുമ്പോൾ അത് പ്ലസ് ആവും. ബാക്കി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ശരിയാണല്ലോ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നിങ്ങൾ ഈ ബേസിക് ഇക്വേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോമുമായിട്ട് ചെറിയൊരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുക, ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുക. 0 ടു ഇൻഫിനിറ്റി സെയിം ആണ്, 0 ടു ഇൻഫിനിറ്റി സെയിം ആണ്, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം ആണ്, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം ആണ്, ഡി ടി സെയിം ആണ്, ഡി ടി സെയിം ആണ്. സോ ഇവിടെ വരുന്ന ആള് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്, ഇവിടെ വരുന്ന ആള് എഫ് ഓഫ് ടി ആണ്. ശരിയാണല്ലോ? എഫ് ഓഫ് ടി ആയപ്പോൾ അതിന്റെ ഉത്തരം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. സോ ഇപ്പൊ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആകുമ്പോൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ബാക്കി എല്ലാ വേരിയബിൾസും സെയിം അല്ലേ? 0 ടു ഇൻഫിനിറ്റി സെയിം, 0 ടു ഇൻഫിനിറ്റി സെയിം, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം, ഡി ടി സെയിം, ഡി ടി സെയിം. ഇതിന്റെ ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ ആൻസർ എന്തായി പറ്റൂ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. Laplace transform of t into f of t. Clear? So this is equal to minus d by ds of f of s, minus d by ds of f of s. So this is the proof. Proof ആയല്ലോ. Laplace transform of t into f of t എന്താണ്? ശരിയല്ലേ? Laplace transform of t into f of t minus d by ds of f of s ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. പ്രൂവ് ചെയ്തല്ലോ. Laplace transform of t into f of t equal to minus d by ds of f of s. Clear? പ്രൂഫും കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ്. സോ അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് കയറാം. Evaluate Laplace transform of t into sin 2t. So comparing with the standard form, Laplace transform of t into f of t. Here f of t എന്ന് പറയുന്നത് എന്താണ്?
സൈൻ 2t അല്ലെ. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2t. സോ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2t. യെസ്. ഇതിന്റെ ആൻസർ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. Derivative of f of s with respect to s with negative sign is the answer for Laplace transform of t into f of t. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. യെസ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? f of s വേണം. So here Laplace transform of t into sin 2t is equal to minus d by ds of f of s. f of s എന്ന് പറയുന്നത് എന്താണ്? Laplace transform of f of t. f of s എന്ന് പറയുന്നത് എന്താണ്? Laplace transform of f of t. അതറിയാലോ എല്ലാവർക്കും, ശരിയല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, then ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ടി പ്രോപ്പർട്ടി. സോ ഹിയർ വി നീഡഡ് ടു ഇവാലുവേറ്റ് എഫ് ഓഫ് എസ്. f of s എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. So this is equal to minus d by ds of ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, here f of t ആരാണ്? sin 2t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t. Okay. So this is equal to minus d by ds of sin 2t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2 by s square plus 4. സംശയം ഉണ്ടോ? So this is equal to, ഒരുപാട് പ്രാവശ്യം ചെയ്തില്ലേ sin 2t യുടെ? sin 80 എന്താണ്? a by s square plus s square. sin 2t എന്താണ്? 2 by s square plus 2 square 4 ആണ്. സോ മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്, പുറത്തിടാം. d by ds of 1 by s square plus എന്താണ്? 4. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 by x square. ഡെറിവേറ്റീവ് ഓഫ് 1 by x square നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 by x square ആണ്. ഇത് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് പറ്റുന്നില്ല, കോഷ്യന്റ് റൂൾ ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ ജനറലി 1 by x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x square ആണെന്ന് അറിയാം. അപ്പൊ 1 by s square plus 4 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് 1 by s square plus 4 ന്റെ ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ? മൈനസ് 1 by s square plus 4 ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്നവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിൻസ് ദിസ് ഈസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2s. 4 ന്റെ ഡെറിവേറ്റീവ് പ്ലസ് 0. അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ശരിയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 2 എന്താണ്? 4s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്താണ്? ഹോൾ സ്ക്വയർ. 4s ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റൻ ആണ്. സോ ഈ ഡെറിവേറ്റീവ് എടുത്ത ക്വസ്റ്റൻ മനസ്സിലായോ? 1 by x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x square ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ 1 by t യുടെ ഡെറിവേറ്റീവ് മൈനസ് 1 by t square. അപ്പൊ അതനുസരിച്ച് 1 by s ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by s square. സോ മൈനസ് 1 by s ന്റെ പ്ലേസിൽ സങ്കല്പിച്ചിരിക്കുന്ന ആള് s square plus 4 അയാളുടെ സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ അകത്ത് കിടക്കുന്ന ആൾ ആരാണ്? x ആണ്. x ന്റെ ഡെറിവേറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആൻസർ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ അകത്ത് കിടക്കുന്നത് എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2s. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s പ്ലസ് 4 ന്റെ ഡെറിവേറ്റീവ് 0. സോ 2s പ്ലസ് 0 ഈസ് 2s. 2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 2 ഇൻറ്റു 2 4s ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു sin 2t. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into sin 2t ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into cos 2t. So next problem, Laplace transform of t into cos 2t. Evaluate Laplace transform of t into cos 2t. Yes. So this is equal to Laplace transform of t into f of t is minus d by ds of f of s. f of s. f of s എന്ന് പറയുന്നത് എന്താണ്? Laplace transform of f of t. Minus d by ds of f of s Laplace transform of f of t ആണ്. So this is equal to minus d by ds of Laplace transform of f of t എന്ന് പറയുന്നത് എന്താണ്? Here t into f of t യുടെ പ്ലേസിൽ ആരാണ് കിടക്കുന്നത്? cos 2t. So f of t എന്ന് പറയുന്നത് cos 2t ആണ്. So Laplace transform of cos 2t. cos 80 യുടെ Laplace transform എന്താണ്?
എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്താണ് 4. ഇവിടെ എന്താ അപ്ലൈ ചെയ്യണം നമ്മൾ? കോഷ്യന്റ് റൂൾ. ഇവിടെ മുകളിൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് കോൺസ്റ്റന്റിനെ മാറ്റി നിർത്തി ഞാൻ മുമ്പേ പഠിപ്പിച്ച പോലെ 1/x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ ബൈ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് ടു ഗോ വിത്ത് കോഷ്യന്റ് റൂൾ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഹിയർ ഡിനോമിനേറ്റർ മൈനസ് ഡെറിവേറ്റീവ് എടുത്ത് എഴുതുവാണേ. സോ മൈനസ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ആരാണ്? എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ആരാണ്? എസ്. എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എന്താണ്? 1. ശരിയല്ലേ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണെന്നറിയാം. അതേപോലെ എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എന്താണ്? 1 മൈനസ് ന്യൂമറേറ്റർ ആരാണ്? എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആരാണ്? എസ് സ്ക്വയർ പ്ലസ് 4 അയാളുടെ ഡെറിവേറ്റീവ്. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s, 4ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സോ 2s പ്ലസ് 0 നമ്മൾ 2s എന്ന് എഴുതിയാൽ മതി. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ആരാണ്? എസ് സ്ക്വയർ പ്ലസ് 4. അവൻ എന്ത് കൊടുക്കണം? നമ്മൾ സ്ക്വയർ കൊടുക്കണം. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു എസ് എന്താണ്? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഹോൾ സ്ക്വയർ. ക്ലിയർ? So this is equal to minus s square minus 2s square. S square in the 2s square പോയ ബാക്കി minus s square plus 4 divided by s square plus 4 whole square. Okay, so this is equal to ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഇവിടം വരെ എഴുതിയിട്ടാൽ മതി. So s square minus 4 by s square plus 4 whole square is the solution. Clear ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു കോസ് 80. സോ ഇവിടെ ഒരു പ്രശ്നക്കാരൻ വന്നു. ടിക്ക് എന്ത് കിടപ്പുണ്ട്? സ്ക്വയർ കിടപ്പുണ്ട്. ടി ഇൻറ്റു എഫ് ഓഫ് ടി അല്ല, നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ തൊട്ട് താഴെ ബോക്സിനകത്ത് ആക്കിയിട്ട് ഒരാളുണ്ടല്ലോ, ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പൊ ആ ഫോർമുല ഒന്ന് എഴുതിയിട്ട് വേണം ഇതൊന്ന് അനലൈസ് ചെയ്യാൻ. എന്നിന്റെ പ്ലേസിൽ നമ്മൾ 2 കൊടുത്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് എഴുതണം. ഓക്കെ. സോ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ്. മൈനസ് 1 റൈസ് ടു എൻ അല്ലെ, മൈനസ് 1 റൈസ് ടു എൻ ഓഫ് ടി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് നമ്മുടെ ഫോർമുല. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു minus 1 raised to n into d raised to n by ds raised to n into f of s. So this is our formula. Here നമുക്ക് t ക്ക് 1 ആണെങ്കിൽ ഫോർമുല നമുക്കറിയാം മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. വേറെ ഏത് വാല്യൂസ് ടിയുടെ പവറിൽ വന്നാലും നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. സോ ഹിയർ എന്നിന്റെ പ്ലേസിൽ എന്താ കൊടുക്കണം? നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ടി ശരിയാണല്ലോ, ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു എന്നിന്റെ പ്ലേസിൽ 2 d സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ അല്ലെ. n കാണുന്നിടത്തെല്ലാം 2 കൊടുക്കാം. ഓഫ് എന്താണ്? എഫ് ഓഫ് എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലെ. മൈനസ് 1ന്റെ സ്ക്വയർ പ്ലസ് 1 ആയി പോയി. ബാക്കി എന്താണ്? ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എസ്. ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് എന്താണ്? എഫ് ഓഫ് എസ്. Where f of s is the Laplace transform of f of t. So this is equal to d square by ds square of f of s എന്താണ്? Laplace transform of f of t. നമുക്കറിയാവുന്ന കാര്യമാണ്. So we needed to calculate Laplace transform of f of t. So this is equal to d square by ds square of Laplace transform of f of t. f of t എന്താണ്? Laplace transform of t raised to n into f of t ആയിട്ട് കമ്പയർ ചെയ്താൽ f of t is cos 80. So f of t യുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? cos 80. f of t യുടെ പ്ലേസിൽ cos 80. So d square by ds square of Laplace transform of cos 80. So this is equal to d square by ds square of what is Laplace transform of cos 80? s by s square plus s square. s by s square plus s square. Clear അല്ലേ? So ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് നേരിട്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. This can be written as d by ds of d by ds of s by s square plus s square. ശരിയാണല്ലോ?
ഇതിനേക്ക് എങ്ങനെ എഴുതിക്കൂടെ? ഡി ബൈ ഡി എസ് ഓഫ് ഡി ബൈ ഡി എസ് ആണ് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ. ശരിയാണല്ലോ. എന്നിട്ട് ഈ ഡെറിവേറ്റീവ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ആ കിട്ടുന്ന ഉത്തരത്തിന് ഈ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യണം. ശരിയല്ലേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് നമുക്ക് നേരിട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. വൈ ഡാഷ് കണ്ടുപിടിച്ചാലേ വൈ ഡബിൾ ഡാഷ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ടി ഡാഷ് കണ്ടുപിടിച്ചാലേ ടി ഡബിൾ ഡാഷ് കിട്ടുള്ളൂ. സിംപ്ലി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാലേ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം again ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇത് 5 മാർക്സിന് പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിംപ്ലിഫൈ ഇടണം. 3 മാർക്ക് ആണെങ്കിൽ എനിവേസ് ഈ രണ്ട് ഡെറിവേറ്റീവ് എടുത്തേ പറ്റുള്ളൂ. ആഫ്റ്റർ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് സിംപ്ലിഫിക്കേഷൻ പർപ്പസിന്റെ കാര്യം 5 മാർക്ക് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്തിടണം. 3 മാർക്ക് ആണെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് യു ക്യാൻ സ്റ്റോപ്പ് ദർ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ പറ്റും. ഓക്കെ, അപ്പൊ 5 മാർക്കിന് ചോദിച്ചുള്ളത് തന്നെ നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് തന്നെ ആൻസർ എഴുതേണ്ടി വരും. ഓക്കെ, സോ മാർക്ക് നോക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിക്കുമ്പോൾ നിങ്ങൾ മാർക്കും കൂടെ നോക്കണം. ഒരു കുറച്ച് കൂടിയ മാർക്ക് ആണെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം മുന്നോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്തിടണം. സിംപ്ലിഫിക്കേഷൻ സ്ട്രോങ് ആണെങ്കിൽ, സിംപ്ലിഫൈ ചെയ്ത് തെറ്റിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ സ്ട്രോങ് ആണെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, സോ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് ന്യൂമറേറ്റർ എന്താണ്? എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2s. ശരിയാണല്ലോ. എ സ്ക്വയറിന്റെ 0 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ. ക്ലിയർ? സോ ഇത് ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം, എന്നിട്ട് അടുത്ത ഡെറിവേറ്റീവ് എടുക്കാം. ഡി ബൈ ഡി എസ് ഓഫ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 ആദ്യം എഴുതി. എസ് ഇൻറ്റു എസ് എന്താണ്? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് എ സ്ക്വയർ ഞാൻ ആദ്യം എഴുതി. എസ് സ്ക്വയറിന് 2 എസ് സ്ക്വയർ പോയാൽ ബാക്കി മൈനസ് എസ് സ്ക്വയർ. ശരിയാണല്ലോ. എസ് സ്ക്വയറിന് 2 എസ് സ്ക്വയർ പോയാൽ ബാക്കി മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അഗൈൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ വെച്ച് ക്വസ്റ്റ്യൻ റൂൾ ചെയ്യണം. അതും കൂടെ ചെയ്താലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കൊണ്ട് നിർത്തിയാലൊന്നും നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? ആ തിയറം നിങ്ങൾ മനസ്സിൽ പറയാം. ഡിനോമിനേറ്റർ ഇൻറ്റു. സോ ഹിയർ ഡിനോമിനേറ്റർ ഈസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, ബിക്കോസ് എ ഇസ് എ കോൺസ്റ്റന്റ്. മൈനസ് എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2s. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്താണ്? എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഏറ്റവും പുറത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഇൻറ്റു അതിന്റെ അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്. ആ രീതിയിൽ പോകണം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയിൻ റൂൾ വെച്ച് വേണമല്ലോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ഏറ്റവും പുറത്ത് കിടക്കുന്ന സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അതനുസരിച്ച് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അവന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2s കൊണ്ട് കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2s പ്ലസ് എ ഇസ് എ കോൺസ്റ്റന്റ്. എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. സോ ക്ലിയർ ആവുന്നോ? ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിന്റെ കേസിൽ ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സ്ക്വയർ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു ചെയിൻ റൂൾ അനുസരിച്ച് അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്ന എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s ആണ്. പ്ലസ് എ സ്ക്വയർ ഡെറിവേറ്റീവ് 0. സോ സിംപ്ലി അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താണ്? 2s. സോ 2s കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സ്ക്വയർ ആണ്. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ. അതിന്റെ സ്ക്വയർ. സോ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. ഡിനോമിനേറ്റർ ഇയാൾ മൊത്തത്തിലാണ് ഡിനോമിനേറ്റർ, അയാൾക്കും സ്ക്വയർ കൊടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2s ഞാൻ ആദ്യം എഴുതാണേ. മൈനസ് 2s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ സ്ക്വയർ
ഈ 2 into 2 എന്താക്കാം, എനിക്ക് 4 ആക്കാം. 4s into ശരിയാണല്ലോ a square minus s square into s square plus a square divided by എന്താണ്, whole divided by s square plus a square. 2 into 2 എന്താണ് 4. a raised to m raised to n എന്താണ് a raised to mn. ശരിയാണല്ലോ. സോ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം, s square plus a squareന്റെ ഹോൾ സ്ക്വയർ, s square plus a square പുറത്തെടുക്കാം, പിന്നെ ഒരു 2s പുറത്തെടുക്കാം. കറക്റ്റ് അല്ലേ? ഇവിടുത്തെ സൈൻ മൈനസ് ആയിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ സൈൻ മൈനസ് അല്ലായിരുന്നോ, ഞാൻ അറിയാതെ പ്ലസ് ഇട്ടു, മൈനസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്നുകൂടെ നോക്കട്ടെ. -2 s s square plus a squareന്റെ സ്ക്വയർ മൈനസ് 2 into 2 4 s a square minus s square s square plus a square, ഇവിടെ a raised to m raised to n a raised to mn. കറക്റ്റ് ആണ്. ഓക്കെ, മോളിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം, ഒരു -2s പുറത്തെടുക്കാം, പിന്നെ ഒരു s square plus a square കൂടെ പുറത്തെടുക്കാം. സോ ഒരു -2s കോമൺ എടുക്കാം, ഒരു s square plus a square കോമൺ എടുക്കാം. ഇത്രയും പേര് കോമൺ വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, -2s ഉം ഒരു s square plus a square പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു s square plus a square ഉള്ളൂ. ഒരു -2s പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി ഒരു +2 ഉണ്ട്. s square plus a square പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ a square minus s square ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്താണ്, s square plus a square whole raised to 4. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു s square plus a square ഉം ഒരു s square plus a square ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ശരിയാണല്ലോ. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിംപ്ലിഫൈ ചെയ്തിടണം, കാരണം ഇത് കുറച്ച് മാർക്ക് കൂടിയ ക്വസ്റ്റൻ ആയതുകൊണ്ട്. s square plus a square ഉം s square plus a squareന്റെ ക്യൂബും കൂടെ റേസ് ടു 4 കൂടെ ക്യാൻസൽ ആയാൽ ബാക്കി ക്യൂബ് വരും. ശരിയല്ലേ? ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, കട്ട് ചെയ്ത് ബാക്കി താഴെ 4 എണ്ണം വരും. സോ ബാക്കി എന്തുണ്ട്, -2s into ഇവിടെ s square plus a square s square plus a square, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 2a square minus 2s square divided by s square plus a square ന്റെ ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -2s into a സ്ക്വയറും 2a സ്ക്വയറും എന്താണ്, 3a സ്ക്വയർ. ശരിയാണല്ലോ. 2a സ്ക്വയറിന്റെ കൂടെ ഒരു സ്ക്വയർ കൂട്ടിയാൽ 3a സ്ക്വയർ. s സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ പോയാൽ ബാക്കി -s സ്ക്വയർ ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഹോൾ ക്യൂബ്. ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര ഇട്ടാൽ മതി. ഓക്കെ, സോ -2s into 3a square minus s square by s square plus a square whole cube is the Laplace transform of t square into cos 8t. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ -2s into 3a square minus s square by s square plus a square whole cube. സിംപ്ലിഫിക്കേഷൻ പാർട്ട് ഡൗട്ട് ഉള്ളവർ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു നോക്ക്. ഈസിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into t into cos 3t. These type of questions very important for your university exam. ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇതിപ്പോ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസും കൂടെ ഒരു കോംബോ ആണ് അല്ലെ. നമുക്ക് എക്സ്പോണൻഷ്യൽ വരുന്ന e raised to 8 into f of t എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് ഇവിടെ യൂസ് വരുന്നുണ്ട്. t into f of t എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ വിത്ത് t പ്രോപ്പർട്ടിയുടെ യൂസും വരുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസിന്റെ വരുന്ന, അതായത് രണ്ട് പ്രോപ്പർട്ടീസിന്റെയും കൂടെ ഒരു കോംബോ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഹിയർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 8t into ഇത്രയും നമ്മൾ എന്തായിട്ട് എടുക്കണം, f of t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 8t into f of t യുടെ ഉത്തരം എന്താണ്, f of s minus a. ശരിയാണല്ലോ, f of s minus a അക്കോർഡിംഗ് ടു വിച്ച് റൂൾ, ഏത് റൂളാണ്, ഏത് റൂൾ അനുസരിച്ചിട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 8t into f of t, f of s minus a ആവുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് അനുസരിച്ച്. ഹിയർ എയുടെ പ്ലേസിൽ എന്താണ്, f of s minus എയുടെ പ്ലേസിൽ -1 ആണ്. സോ ദ ആൻസർ ഈസ് f of s plus 1. f of s plus 1. സോ f of s എന്ന് പറയുന്നത് എന്താണ്, സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് എന്താണെന്ന് അറിയാം, f of s plus 1 ആണെന്ന് അറിയാം. സോ അതിനുവേണ്ടി എനിക്ക് f of s വേണം. f of s എന്ന് പറയുന്നത് എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t ആരാണ്, t cos 3t. t cos 3t. yes. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ f of s. ഇത് സോൾവ് ചെയ്ത് നമ്മൾ f of s കണ്ടുപിടിക്കണം. Laplace transform of t into f of t is minus d by ds of Laplace transform of f of t or minus d by ds of f of s.
ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ശരിയല്ലേ? ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇത് നമ്മളിപ്പോ ഇത് എങ്ങനെയാ കൺസിഡർ ചെയ്യേണ്ടത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് ടി ആരാണ്? കോസ് 3t. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t ഈസ് സിംപ്ലി എഫ് ഓഫ് എസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് കോസ് 3t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ശരിയല്ലേ? കോസ് 3t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. കോസ് 8 യുടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അനുസരിച്ച്. സോ മൈനസ് ഇത് നമ്മൾ എന്ത് ചെയ്യുക? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. എസ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എസ് ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. മൈനസ് ന്യൂമറേറ്റർ എസ് ഇൻറ്റു എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s, 9 ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് 9 ന്റെ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 9 എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 2s ഇൻറ്റു എസ് എന്താണ്? 2s സ്ക്വയർ. ശരിയാണല്ലോ? 2s ഇൻറ്റു എസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എസ് സ്ക്വയറിൽ നിന്ന് 2 എസ് സ്ക്വയർ പോയാൽ ബാക്കി മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുക. മൈനസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 9 എന്താണ്? ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ സ്പീഡിലങ്ങ് പോയി. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 2s ഇൻറ്റു എസ് എന്ന് പറയുന്നത് 2s സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ ചെയ്താണ്, ഒരുപാട് ചെയ്താണ് ഈ ടൈപ്പ് കേട്ടോ. ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. മൈനസ് പുറത്തെടുപ്പുണ്ട്, മൈനസ് പുറത്തെടുപ്പുണ്ട്. എസ് സ്ക്വയറിൽ നിന്ന് 2 എസ് സ്ക്വയർ പോയാൽ മൈനസ് എസ് സ്ക്വയർ അല്ലെ? 1 ൽ 2 പോയാൽ മൈനസ് 1 ആണല്ലോ. സോ എസ് സ്ക്വയറിൽ നിന്ന് 2 എസ് സ്ക്വയർ പോയാൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് അവർ എന്താണ്? എഫ് ഓഫ് എസ്. ഇതാരാണ്? എഫ് ഓഫ് എസ്. But our answer is f of s plus 1. Our solution is f of s plus 1. So we needed to replace this s with s plus 1 for the final solution. Clearly? Okay അല്ലേ? So this is equal to s മാറ്റി s plus 1 ആക്കണം. ശരിയല്ലേ? ഇത് നമ്മുടെ f of s ആണ്. ആണല്ലോ? സോ ഇത് നമ്മളിങ്ങനെ എഴുതി വന്നവരാണ്. f of s നെയാണ് നമ്മളിങ്ങനെ എഴുതി വന്നത്. സോ f of s ന്റെ ഫൈനൽ ഉത്തരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് s സ്ക്വയർ മൈനസ് 9 ബൈ s പ്ലസ് 9 ഹോൾ സ്ക്വയർ. നമ്മുടെ ഫൈനൽ ഉത്തരം ഹിയർ ദ ക്വസ്റ്റ്യന്റെ ഫൈനൽ ഉത്തരം എഫ് ഓഫ് എസ് പ്ലസ് 1 ആണ്. സോ ഇവിടെ എല്ലാം എസ് മാറ്റി എന്താക്കണം? ഇനി ഞാൻ എസ് പ്ലസ് 1 ആക്കണം. അപ്പൊ എന്ത് വരും? എസ് പ്ലസ് 1ന്റെ സ്ക്വയർ മൈനസ് 9. ശരിയാണല്ലോ? എസ് പ്ലസ് 1ന്റെ സ്ക്വയർ മൈനസ് 9 ബൈ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദി ഫൈനൽ സൊല്യൂഷൻ. ഇവിടെ വരെ എഴുതിയിട്ടാൽ മതി. എസ് മാറ്റി എസ് പ്ലസ് 1 ആക്കുമ്പോൾ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ മൈനസ് 9 ബൈ ഇവിടെ എസ് മാറ്റി എസ് പ്ലസ് 1 ആക്കണം. എസ് പ്ലസ് 1ന് സ്ക്വയർ ഉണ്ട് പ്ലസ് 9 ഹോൾ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. വേറെ ഏത് ഫംഗ്ഷൻ കിട്ടിയാലും ഇതേ രീതിയിൽ അങ്ങനെ എന്ത് ചെയ്താൽ മതി? ചെയ്തു പോയാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ ബൈ ടി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിവിഷൻ ബൈ ടി. അതിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രൂഫും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ അതിലേക്ക് കയറിയാലോ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ഡിവിഷൻ ബൈ ടി. സോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിവിഷൻ ബൈ ടി. ഇത് റിലേറ്റ് ചെയ്ത് സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മൾ നിർത്താൻ പോകുന്നത്. സോ ഇതിന്റെ പ്രൂഫ് സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ നിങ്ങൾക്ക് തരും. അതിനുശേഷം യൂണിവേഴ്സിറ്റി എക്സാമിന് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് നേരെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഹെഡിങ് കൊടുക്കുക. ഡിവിഷൻ ബൈ ടി. ഡിവിഷൻ ബൈ ടി. ഡിവിഷൻ ബൈ ടി. If Laplace transform of f of t is equal to f of s, if Laplace transform of f of t is equal to f of s, then Laplace transform of f of t by t. Laplace transform of f of t by t. ഇതാണല്ലോ എന്തെന്ന് പറയുന്നത്? ഡിവിഷൻ ബൈ ടി. t into f of t multiplication by t. f of t by t ആണ് ഡിവിഷൻ ബൈ t. is equal to integral s to infinity f of s ds. Integral s to infinity f of s ds. So this is the next property. Very important. Box നകത്ത് ഇടണം. Laplace transform of f of t f of s ആണെങ്കിൽ
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. സോ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എനിക്ക് എന്ത് വേണം? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് വേണം. സോ ഞാൻ ഇവരെ രണ്ടുപേരെ മാത്രം മുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് എടുത്ത് എഴുതുന്നു. എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി, ടേക്കിംഗ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എടുക്കണം. എന്നിട്ട് റൈറ്റ് സൈഡ് ചെയ്ത് എനിക്ക് ഈ ലെഫ്റ്റ് സൈഡ് കിട്ടുവാണെങ്കിൽ പ്രൂഫായി. ഓക്കെ, സോ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. So we are integrating with respect to s, t അല്ല, integrating with respect to s ആണ്. സോ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? സെയിം സാധനം, സെയിം ഇന്റഗ്രേഷനും സെയിം വിത്ത് റെസ്പെക്ട് ടു വേരിയബിളും കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, ഇത്രയും അതുപോലെ തന്നെ നോക്കി എഴുതുക, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ഓഫ്, അപ്പൊ അത്രയും കഴിഞ്ഞു, ഓഫ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എന്താണ്? ഡി എസ്. ക്ലിയർ? അപ്പം രണ്ട് സൈഡിലും ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റിയും ഡി എസും കൊടുത്തു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, മുകളിലത്തെ സെയിം സാധനമാണ് താഴെ കിടക്കുന്നത്. ഇവിടെ ഞാൻ ഒരു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഡി എസ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ തുടക്കത്തിൽ ഒരു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, ഒടുക്കത്തിൽ അവസാനം എന്ത് കൊടുത്തു? ഒരു ഡി എസ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ലിമിറ്റ് റിവേഴ്സ് ചെയ്യും. ലിമിറ്റ് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഈ ലിമിറ്റിനെ ഞാൻ പുറത്തിടും, ഈ ലിമിറ്റിനെ അകത്തിടും. യെസ്, അതായത് എസ് വെച്ചിട്ടുള്ളതെല്ലാം ഒരുമിച്ചാക്കും, എസിന്റെ വേരിയബിൾ വരുന്നതെല്ലാം ഒരുമിച്ച്, ടി വരുന്നതെല്ലാം ഒരുമിച്ച്, ആ രീതിയിൽ ആലോചിച്ചാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഞാൻ പുറത്തിട്ടു അല്ലെ, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഞാൻ പുറത്തിട്ടു, എസ് ടു ഇൻഫിനിറ്റി അകത്ത് കയറ്റി, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റിയെ ഞാൻ അകത്ത് കയറ്റി, ബാക്കി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസിനെ അകത്ത് കയറ്റി ഡി ടിയെ പുറത്താക്കി. ലിമിറ്റ് റിവേഴ്സ് ചെയ്തതേ ഉള്ളൂ, ശരിയല്ലേ? ഈ ലിമിറ്റ് ഇങ്ങോട്ടാക്കി, ഈ ലിമിറ്റ് അങ്ങോട്ടാക്കി, ഡി ടിയെ പുറത്താക്കി, ഡി എസിനെ അകത്താക്കി, ശരിയല്ലേ? രണ്ടും സെയിം തന്നെയാണ്. സോ ഇവിടെ നമ്മൾ എന്ത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം? എസ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ ആരാണ്? എസ് ആണ്. സോ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇഫ് യു ആർ ഗോയിങ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എസ്, എഫ് ഓഫ് ടി ഇസ് എ കോൺസ്റ്റന്റ്, എഫ് ഓഫ് ടി പുറത്തിടണം, എഫ് ഓഫ് ടി ഇൻറ്റു ഒന്നുകൂടെ എഴുതാം, എസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസ് ഡി ടി. സോ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്? ഈ ബോക്സിൽ കിടക്കുന്ന ആളെ ഞാൻ എസ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇത്ര സ്ഥലത്താണ് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസ്. വിത്ത് റെസ്പെക്ട് വേരിയബിൾ എസ് ആണ്, ശ്രദ്ധിക്കണം. ഇത്രയും നാളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ടി വെച്ചിട്ടാണ്. ഹിയർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആരെ വെച്ചിട്ടാണ്? എസ് വെച്ചിട്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി ബൈ മൈനസ് എസ് അല്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആകുമ്പോൾ ബൈ മൈനസ് എസ് വന്നേനെ, വിത്ത് റെസ്പെക്ട് ടു എസ് ആകുമ്പോൾ ബൈ എന്ത് വന്നു? മൈനസ് ടി. കാരണം നമുക്കറിയാം അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് ഇന്റഗ്രേഷൻ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ മൈനസ് എസ് ടി ആണ്, അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എസ് എന്താണ്? എസിന്റെ 1 ആയി പോകും, ബാക്കി മൈനസ് ടി. സോ മൈനസ് ടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി, എസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്തു ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഞാൻ സൈഡിലോട്ട് പോയി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും, അതെന്താണ്? 0. ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. അല്ല, എസിനാണ് കൊടുക്കുന്നത് കേട്ടോ, വിത്ത് റെസ്പെക്ട് വേരിയബിൾ എസിലല്ലേ. അപ്പൊ എസിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് എസ് ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഫോർ എസ്, വിത്ത് റെസ്പെക്ട് വേരിയബിളിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, വിത്ത് റെസ്പെക്ട് വേരിയബിൾ എസ് ആണ്. സോ നമ്മൾ എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. എനിവേസ് വി നോ ദാറ്റ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇസ് 0. സോ അത് 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് മൊത്തത്തിൽ 0 ആയി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എസിന് എസ് തന്നെയാണ് കൊടുക്കുന്നത്. ടിക്ക് കയറി എസ് കൊടുത്തിട്ട് മൈനസ് എസ് സ്ക്വയർ എന്നാക്കല്ലേ, എസിന് തന്നെയാണ് എസ് കൊടുക്കുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് വേരിയബിൾ എസ് ആണ്. എസിന് എസ് കൊടുത്ത എന്ത് തന്നെയാണ് വരുന്നത്? ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് ടി തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് എന്താവും? 0 പ്ലസ് ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും, ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ ടി. സോ ദ ആൻസർ ഈസ് സിംപ്ലി ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ ടി. ശരിയാണല്ലോ? സോ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ ടി ആണ് ഇതിന്റെ ഉത്തരം. ഇ റൈസ് ടു മൈനസ് എസ് ടി
ബൈ ടി ഡി ടി. യെസ്, അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണല്ലോ. ബാക്കി ഇങ്ങോട്ട് എഴുതുവാണേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഈ എഫ് ഓഫ് ടിയുടെ താഴെ ഞാൻ ടി യെ കൊടുക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ബൈ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതും. ശരിയല്ലേ? ഈ ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ താഴെ കിടക്കുന്ന ടി എനിക്ക് വേണം എഫ് ഓഫ് ടിയുടെ താഴെ എഴുതാമല്ലോ. ആ ടി എഫ് ഓഫ് ടിയുടെ താഴെ എഴുതി. ബാക്കി എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നിങ്ങൾ നോക്കിയേ, ഇത്രയും ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുവാണേ. അപ്പൊ ഇത്രയത്തിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ഡോട്ടഡ് ബോക്സിനകത്താക്കി കാണിക്കുവാണ്. യെസ്, അതേപോലെ തന്നെ നോക്കിയേ, ഇവിടെ എഫ് ഓഫ് ടി ആണ്, ഇവിടെ കറസ്പോണ്ടിങ്ങിലെ ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടി. അപ്പൊ 0 ടു ഇൻഫിനിറ്റി സെയിം, 0 ടു ഇൻഫിനിറ്റി സെയിം, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം, ഇ റൈസ് ടു മൈനസ് എസ് ടി സെയിം, ഡി ടി സെയിം, ഡി ടി സെയിം. സോ ഇവിടെ എഫ് ഓഫ് ടി വന്നപ്പോൾ ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എന്താണോ അയാളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇതിന്റെ ഉത്തരം. ശരിയല്ലേ? ഇവിടെ എഫ് ഓഫ് ടി ആണെങ്കിൽ ഇതിന്റെ ഉത്തരം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ഇവിടെ എഫ് ഓഫ് ടി ബൈ ടി ആണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. പ്രൂഫ് ആയല്ലോ. ശരിയല്ലേ? സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആയിരുന്നു അല്ലെ? ആ ലെഫ്റ്റ് സൈഡ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ വന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി എവിടെ വന്നു? റൈറ്റ് സൈഡ് വന്നു. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. നമ്മൾ ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്തു. നമുക്ക് അതിന്റെ ഉത്തരം എന്ത് കിട്ടി? ഇത് കിട്ടി. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ഇതിന്റെ എല്ലാം റൈറ്റ് സൈഡ് ആണ് പോന്നെ. ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ഇതായിരുന്നു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. നിങ്ങൾ ആദ്യം എഴുതിയതല്ലേ? നിങ്ങൾ ഇവിടെ എഴുതിയപ്പോൾ ഞാൻ ആ ലെഫ്റ്റ് സൈഡ് ഇപ്പൊ തുടച്ചു കളഞ്ഞു. ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആയിരുന്നു. therefore ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്താണ്? വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ക്ലിയർ? അപ്പൊ അതിന്റെ പ്രൂഫിന്റെ പരിപാടിയും കഴിഞ്ഞു. നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കയറാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ ടി. ഓക്കെ, അപ്പം ബൈ ടി വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് ടി ബൈ ടി. ഇത് ഏത് ഫോം ആണ്? ഡിവിഷൻ ബൈ ടി ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഫോം. ക്ലിയർ? ഇപ്പൊ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഡിവിഷൻ ബൈ ടി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് നമ്മൾ തന്നു കഴിഞ്ഞു. നേരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഫോർമാറ്റ്. സോ ദ ആൻസർ ഈസ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ഡി എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ടു ഇൻഫിനിറ്റി. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ആരാണ്? ഞാൻ ഈ മുകളിൽ കിടക്കുന്ന ആള്. 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ 1. 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ 1 ആണ് എഫ് ഓഫ് ടി അല്ലെ? സോ 1 മൈനസ് ഇ റൈസ് ടു ടി ഡി എസ്. 1 മൈനസ് ഇ റൈസ് ടു ടി ആണ് എഫ് ഓഫ് ടി. ശരിയല്ലേ? മുകളിൽ കിടക്കുന്ന ആളാണ് എഫ് ഓഫ് ടി. സോ 1 മൈനസ് ഇ റൈസ് ടു ടി. So this is equal to integral s to infinity 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അത് കൊടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t ds. So this is equal to integral s to infinity 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 by s, e raised to t യുടെ 1 by s minus 1. e raised to t എന്ന് പറഞ്ഞാൽ e raised to 1t, e raised to a യുടെ 1 by s minus a. So e raised to 1t യുടെ 1 by s minus 1. Okay, ഇത്ര എന്താണ് ds. So this is equal to integral s to infinity. ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ഈസ് ലോഗ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ എന്താണ്? ലോഗ് ഡിനോമിനേറ്റർ. ഫോർമാറ്റ് ഏതായിരുന്നു? ഇന്റഗ്രൽ f dash x by f of x dx equal to log f of x plus c. So this is the format. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. ഹിയർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അഥവാ ആർബിട്രറി കോൺസ്റ്റന്റ് ഇടേണ്ട ആവശ്യം നമുക്കില്ല. സോ ഹിയർ ഡിനോമിനേറ്റർ s ആണ്. s ന്റെ ഡെറിവേറ്റീവ് 1 മുകളിലുണ്ട്. സോ ദ ആൻസർ ഈസ് ലോഗ് s മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ s മൈനസ് 1 ആണ്.
എസ് മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എസിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് 0. ആൻസർ ഈസ് 1. ആൻസർ മുകളിലുണ്ട്. സോ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ആൻസർ എന്താണ്? ലോഗ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആരാണ്? എസ് മൈനസ് 1 ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗരിതം റിലേറ്റ് ചെയ്തിട്ട് 3 ഇക്വേഷൻസ് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് വരും. ഇനി കുറച്ച് ലോഗരിതത്തിന്റെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഇതിന്റെ യൂസ് ഭയങ്കരമായിട്ട് വരും. +2 പഠിച്ചതാണ്. ലോഗരിതം റിലേറ്റ് ചെയ്ത് 3 ഇക്വേഷൻസ് ആണ് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ റൈസ് ടു എൻ എൻ ലോഗ് എ. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ അത് നോട്ടായിട്ട് സൈഡിൽ എഴുതിയിടുക. നോട്ട് ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ലോഗ് എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ലോഗ് എ. ഈ 3 ഇക്വേഷൻസ് സൈഡിൽ എഴുതിയിടണം കേട്ടോ, നോട്ടായിട്ട്. സോ അതനുസരിച്ച് ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോർമാറ്റ് ആണ്. ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ എന്തോരും? എസ് ബൈ എസ് മൈനസ് 1 ഓവർ ദ ലിമിറ്റ് എസ് ടു എന്താണ്? ഇൻഫിനിറ്റി. ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഓക്കെ. സോ ഹിയർ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മനസ്സിലാദ്യം ഒന്ന് കൊടുത്തു നോക്കണേ. എസിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി മൈനസ് 1. ഇൻഫിനിറ്റി മൈനസ് 1 ഈസ് ഇൻഫിനിറ്റി ഓൺലി. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലെ? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സോ അപ്പൊ നമുക്ക് ഉത്തരം ഇല്ലാത്തൊരു അവസ്ഥ വരും. അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിയർ ന്യൂമറേറ്ററിന്റെ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ചിന്തിക്കാം. ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഹയസ്റ്റ് പവർ വരുന്ന ടേമിന്റെ പവർ സെയിം ആണോ നോക്കണം അല്ലെ? ഇവിടെ എസ് ആണ്, രണ്ടിടത്തും എസ് ആണ് ഹയസ്റ്റ് പവർ വരുന്നത്, പവർ 1 ആണ്. സോ രണ്ടിടത്തും സെയിം ടേംസ് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ ടേമിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ലോഗ് മോൾ എസ് തന്നെ, താഴെ നിന്ന് ഞാനൊരു എസ് പുറത്തെടുത്താൽ 1 മൈനസ് 1 ബൈ എസ് എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? ഓവർ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി, ഓവർ ദ ലിമിറ്റ് 0 എസ് ടു ഇൻഫിനിറ്റി, ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണോ? എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 വരുന്ന ഒരു അവസ്ഥ വരും അല്ലെ? 0 അല്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുന്ന ഒരു അവസ്ഥ വരും. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അഥവാ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുന്ന ഒരു അവസ്ഥ വരും ഇഫ് യു അപ്ലൈ ദ അപ്പർ ലിമിറ്റ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എസ് പുറത്തെടുത്തിട്ട് മുകളിലത്തെ എസുമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, ശരിയാണല്ലോ? ഇവിടെ നിന്ന് എസ് പുറത്തു വന്നാൽ എസ് ഇൻറ്റു 1 മൈനസ് 1 ബൈ എസ് എന്ന് തന്നെയാണ്. ശരിയാണല്ലോ? ഇനി എനിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് കൊടുക്കാം. കാരണം 1 ബൈ ഇൻഫിനിറ്റി വരുള്ളൂ. ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്തായി പോകുമെന്ന് എനിക്കറിയാം? 0 ആയി പോകുമെന്ന് എനിക്കറിയാം. ശരിയല്ലേ? 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. സോ ഇക്വേഷൻസ് നോട്ട് ചെയ്തായിരുന്നല്ലോ നിങ്ങൾ? ഓക്കെയാണേ? യെസ്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന കേസിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി എന്ന് വരും. ഇതാണ് അപ്പർ ലിമിറ്റ്. ശരിയാണല്ലോ? ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ എസിന്റെ പ്ലേസിൽ ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസിന്റെ പ്ലേസിൽ എന്ത് തന്നെയാണ്? എസ് തന്നെയാണ്. അപ്പൊ എന്ത് വരും? ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ എസ്. ലോവർ ലിമിറ്റ് എസ് എന്ന് പറഞ്ഞാൽ എസിന്റെ പ്ലേസിൽ എസ് തന്നെ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് 1 ബൈ 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി എന്താണ്? 0. 1 മൈനസ് 0 എന്താണ്? 1. 1 ബൈ 1 എന്താണ്? 1. സോ ആൻസർ ഈസ് 1 മൈനസ് ലോഗ് താഴെ ക്രോസ് ചെയ്യുക എസ് മൈനസ് 1 ബൈ എസ് എന്ന് വരും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലോഗ് 1 എന്താണ്? 0 അല്ലെ? ലോഗ് 1 0 ആണ്. ലോഗ് 0 കണ്ടുപിടിച്ചിട്ടില്ല. മൈനസ് ഇൻഫിനിറ്റി എന്നൊക്കെയുള്ള ഉത്തരവുണ്ട്. സോ ലോഗ് 1 0 ആണ്. ലോഗ് ഇ 1 ആണ്. ലോഗരിതം റിലേറ്റ് ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ. ലോഗ് ഇ എന്ന് പറയുന്നത് എന്താണ്? 1. ലോഗ് ഇ 1 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, പിന്നീടൊക്കെ നിങ്ങൾക്ക് യൂസ് വരും. അറിയാത്തവരൊക്കെ നോട്ട് ചെയ്യുക. ലോഗ് ഇ എന്ന് പറയുന്ന 1 ആണ്. ലോഗ് ഇ 1 ആണ്. സോ 0 മൈനസ് ഇത് ക്രോസ് ചെയ്യണം കേട്ടോ. ലോഗ് എസ് മോളിൽ പോകും. എസ് ബൈ എസ് മൈനസ് 1. സോ ആൻസർ എന്താണ്? മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ആണല്ലോ. ഇത് നമുക്ക് ഇച്ചിരി കൂടെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചു. കാരണം ആൻസർ കീ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആൻസർ കീയിൽ ഒരു ആൻസർ കാണുമല്ലോ. ആ ആൻസർ ഈ ആൻസർ ആയിരിക്കില്ല, ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടുള്ള ആൻസർ ആയിരിക്കും.
ഒരു 99% ടീച്ചേഴ്സും ഇവിടെ വരെ എഴുതിയ ഫുൾ മാർക്ക് തരും. ചിലരെങ്ങാനും ഫൈനൽ ആൻസർ കീയിലെ ആൻസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 1 മാർക്കോ 1/2 മാർക്കോ കുറയ്ക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പഠിച്ച 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻസിലെ തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? n log a എന്താണ്? n log a എന്താണ്? log a raised to n ആണ്. ശരിയല്ലേ? log a raised to n ആണ്. അപ്പൊ ഈ ലോഗരിതത്തിന്റെ കൂടെ കിടക്കുന്ന ആളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ പവറിൽ വിടാൻ പറ്റും. ശരിയല്ലേ? ലോഗരിതത്തിന്റെ കൂടെ കിടക്കുന്ന ആളെ എയുടെ പവറിൽ വിടാൻ പറ്റും. ഹിയർ ലോഗരിതത്തിന്റെ കൂടെ കിടക്കുന്ന ആരാണ്? മൈനസ് ആണ്. ആ മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ് കേട്ടോ. അതിനെ ഞാൻ ഈ ടേമിന്റെ പവറിൽ വിടുവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു log s by s minus 1 raised to എന്ത് വരും? -1. ശരിയാണല്ലോ? ഈ മൈനസിനെ ഞാൻ ഇതിന്റെ പവറിലേക്ക് വിട്ടു. ശരിയല്ലേ? a by b raised to -1 എന്താണ്? x raised to -1 എന്താണ്? 1 by x ആണ്. അതെന്താ അറിയാല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് log 1 by s by s minus 1 എന്ന് വരും. ശരിയല്ലേ? ഇയാളെ ഫുൾ x ആയിട്ട് സങ്കല്പിച്ചാൽ 1 by x എന്താണ്? 1 by s by s minus 1. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയാണല്ലോ? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സോ log s minus 1 മുകളിൽ പോവും, s താഴെ വരും. സോ ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. log s minus 1 by s. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 minus e raised to t by t എന്താണ്? log s minus 1 by s. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. സോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ സീ. ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയ ടോപ്പിക്സിലേക്ക് കയറാം. ടിൽ ദെൻ ടാറ്റ.